ചൈനയുടെ ബഹിരാകാശ ഗവേഷണ രംഗത്ത് നിർണായക വഴിത്തിരിവായി പുനരുപയോഗിക്കാവുന്ന റോക്കറ്റിന്റെ കന്നി ലാൻഡിംഗ് വിജയകരമായി പൂർത്തിയാക്കി. രാജ്യത്തിന്റെ ബഹിരാകാശ ദൗത്യങ്ങൾക്ക് വലിയ കരുത്തേകുന്ന നേട്ടമാണിതെന്ന് ചൈനീസ് ഔദ്യോഗിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ചൈന എയ്റോസ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി കോർപ്പറേഷന്റെ വിവരമനുസരിച്ച് വെള്ളിയാഴ്ച പ്രാദേശിക സമയം ഉച്ചയ്ക്ക് 12:15 ദക്ഷിണ ചൈനയിലെ ഹൈനാനിൽ നിന്ന് ലോങ് മാർച്ച് 10B റോക്കറ്റ് വിക്ഷേപിച്ചത്. വിക്ഷേപണത്തിന് ശേഷം റോക്കറ്റിന്റെ മുകൾ ഭാഗം വേർപെട്ട് ഏകദേശം 6 മിനിറ്റിനുള്ളിൽ ഇതിന്റെ ബൂസ്റ്റർ ലംബമായി ഭൂമിയിലേക്ക് മടങ്ങിയെത്തുകയും സമുദ്രത്തിൽ സജ്ജീകരിച്ചിരിക്കുന്ന ഫ്ലോട്ടിംഗ് പ്ലാറ്റ്ഫോമിൽ വിജയകരമായി ലാൻഡ് ചെയ്യുകയും ചെയ്തു. എലോൺ മസ്കിന്റെ സ്പേസ് എക്സ്, ജെഫ് ബെസോസിന്റെ ബ്ലൂ ഒറിജിൻ എന്നിവയുടെ വിജയകരമായ ലാൻഡിംഗുകൾക്കു ശേഷം റീയൂസബിൾ റോക്കറ്റ് സാങ്കേതിക വിദ്യയിൽ അമേരിക്കയ്ക്കുണ്ടായിരുന്ന മേധാവിത്വത്തിന് ഭീഷണി ഉയർത്താൻ ചൈനയ്ക്ക് സാധിക്കുമെന്നാണ് ഈ വിജയം സൂചിപ്പിക്കുന്നത്. സാധാരണയായി റോക്കറ്റുകൾ ഒരു തവണ മാത്രം ഉപയോഗിക്കാവുന്ന രീതിയിലാണ് നിർമ്മിക്കപ്പെടുന്നത്. വിക്ഷേപണ പ്രക്രിയയിൽ ഇവയുടെ വിവിധ ഭാഗങ്ങൾ വേർപെട്ട് നശിച്ചു പോകുന്നത് ബഹിരാകാശ ദൗത്യങ്ങളുടെ ചെലവ് ഗണ്യമായി തന്നെ വർദ്ധിപ്പിക്കാറുണ്ട്. എന്നാൽ റോക്കറ്റുകളിലെ ഏറ്റവും മൂല്യമേറിയ ഭാഗമായ ബൂസ്റ്ററുകൾ വീണ്ടും ഉപയോഗിക്കുന്നതിലൂടെ ഉപഗ്രഹ വിക്ഷേപണങ്ങളുടെയും ബഹിരാകാശ പര്യവേക്ഷണങ്ങളുടെയും ചെലവ് ഗണ്യമായി കുറയ്ക്കാൻ സാധിക്കും. 2015 ഡിസംബറിലാണ് സ്പേസ് എക്സ് തങ്ങളുടെ ഓർബിറ്റൽ ഫ്ലൈറ്റിൽ നിന്ന് ഫാൽക്കൺ 9 റോക്കറ്റ് ആദ്യമായി വിജയകരമായി തിരികെ ലാൻഡ് ചെയ്യിച്ചത്. തുടർന്ന് 2025 നവംബറിൽ ബ്ലൂ ഒറിജിന്റെ ന്യൂ ഗ്ലെൻ റോക്കറ്റും ഈ നേട്ടം കൈവരിച്ചു. നിലവിൽ വർഷത്തിൽ 150ഓളം തവണ വിക്ഷേപണം നടത്തുന്ന ഫാൽക്കൺ 9ന്റെ ബൂസ്റ്ററുകൾ ഡസൻ കണക്കിന് തവണ വീണ്ടും ഉപയോഗിക്കാൻ സാധിക്കുന്നവയാണ്. ഇതിനു മുമ്പ് ഫെബ്രുവരിയിൽ ലോങ് മാർച്ച് 10A റോക്കറ്റ് ഉപയോഗിച്ച് ചൈന പുനരുപയോഗ ലാൻഡിങ്ങിന് ശ്രമിച്ചിരുന്നു. അന്ന് നിയന്ത്രിത ഇറക്കത്തിന് ശേഷം ഇത് പ്ലാറ്റ്ഫോമിന് സമീപം കടലിൽ പതിക്കുകയാണ് ചെയ്തത്. ഭൂമിയുടെ താഴ്ന്ന ഭ്രമണപഥത്തിലേക്ക് കുറഞ്ഞത് 16 മെട്രിക് ടൺ ഭാരം വഹിക്കാൻ ശേഷിയുള്ള ലോങ് മാർച്ച് 10B റോക്കറ്റിനെ സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 നേടാനാണ് ശാസ്ത്രലോകം താരതമ്യപ്പെടുന്നത്. എന്നാൽ സ്വയം ലാൻഡ് ചെയ്യുന്ന ഫാൽക്കൺ 9ൽ നിന്ന് വ്യത്യസ്തമായി ഫ്ലോട്ടിംഗ് പ്ലാറ്റ്ഫോമിൽ ഘടിപ്പിച്ചിട്ടുള്ള വലയിൽ റോക്കറ്റിലെ ലാൻഡിംഗ് ഹുക്കുകൾ കുടുക്കിയാണ് ലോങ് മാർച്ച് 10B വീണ്ടെടുക്കുന്നത്. ഈ വൻ വിജയത്തിന് പിന്നാലെ ചൈനീസ് ബഹിരാകാശ കമ്പനികളായ ചൈന സ്പേസ് ലാറ്റ്, ചൈന സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻസ് എന്നിവയുടെ ഓഹരി മൂല്യത്തിൽ 10% കുതിച്ചുചാട്ടം രേഖപ്പെടുത്തുകയും ചെയ്തു.